അഖിൽമാരാർ താനിത് കേൾക്കുന്നുണ്ടോ? മാർക്കോയുടെ നിർമ്മാതാവ് തീരുമാനിച്ചു ഇനി അത്തരം സിനിമകൾ ചെയ്യുന്നില്ല എന്ന്. എന്തുകൊണ്ടാ? അയാൾക്കല്പം മനസാക്ഷിയുണ്ട്, കുറച്ച് വകതിരിവുണ്ട്. തനിക്കതില്ല. താൻ എന്താ ഗുണമാണ് കുണച്ചുകൊണ്ടിരുന്നത്? സിനിമയ്ക്ക് പ്രധാന പങ്കൊന്നുമില്ല. വാർത്താ ചാനലിരുന്ന് കുണയ്ക്കുന്ന മൊട്ടയ്ക്കാണ്, അത്തരം നാറികൾക്കാണ് ഇതിനുള്ള പങ്ക് അല്ലേ? എന്നിട്ട് എന്തിനാ മാർക്കോ സിനിമ ഇനിയും അതുപോലുള്ള സിനിമ ചെയ്യില്ല എന്ന് ആ നിർമ്മാതാവ് തീരുമാനിച്ചത്? ആ സിനിമയുടെ പങ്ക് എന്താണെന്നുള്ളത് ആലോചിക്കാനുള്ള വിവരം ഇല്ലാഞ്ഞിട്ടല്ല അഖിൽമാരാർക്ക്. അയാൾക്ക് അരുൺകുമാറിനോട്, റിപ്പോർട്ടറിലെ അരുൺകുമാറിനോട് എന്തോ പൂർവ്വ വൈരാഗ്യം കാണും. അത് തീർക്കാനുള്ള വേദിയാക്കി മാറ്റി ഈ വിഷയം. അങ്ങനെ വല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നേരിട്ട് വിളിച്ച് തീർക്കുക, അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് തീർക്കുകയോ ചെയ്യടോ. ഇതിന് ന്യായീകരിക്കാൻ ശ്രമിക്കല്ലേ. കുട്ടികളുടെ കൺമുമ്പിൽ ഈ കൊല്ലും കൊലയും കാണിച്ചു കൊടുക്കുന്നതാരാ? ഈ ചാനലുകാരാണോ? ഈ സിനിമകളിൽ കൂടെ നിത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ കൊല്ലും കൊലയും രക്തവും രക്തച്ചൊരിച്ചിലും, എങ്ങനെ കൊല്ലാന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ ഒരാളെ പീഡിപ്പിക്കാം, എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളല്ലേ സിനിമയിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിവർക്ക് ഈ സിനിമയിൽ കൂടെ അല്ലാതെ പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സിനിമയിൽ കൂടെയും മൊബൈലിൽ കൂടെയുള്ള ഗെയിമിങ്ങിലൂടെയൊക്കെ ഗെയിമിങ്ങിനുള്ള പണി പുറകെ വരുന്നുണ്ട്. അപ്പോൾ താൻ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ആ സിനിമാക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല. കാരണം ഈ അരുൺകുമാറിനെ തനിക്ക് എങ്ങനെയെങ്കിലും ചൊറിയണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്കുള്ള പോപ്പുലാരിറ്റി എന്ത് വിടുവായത്തം വിളിച്ച് പറഞ്ഞാലും അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നലിലാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ക്ഷോഭമൊക്കെ നല്ലത് തന്നെയാണ്. തൻ്റെ ക്ഷോഭം ആ രീതിയൊക്കെ കാണുമ്പോൾ താനാണ് ഇനി കഞ്ചാവ് അടിച്ചിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് തോന്നിപ്പോവും. കാരണം അത്രയ്ക്കും പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ താൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം തിരിച്ചറിഞ്ഞ് കാര്യമായിട്ട് തന്നെ പറയണം. അല്ലാണ്ട് ഒരാളെ കുറ്റം പറയുമ്പോൾ അയാൾ ഇങ്ങോട്ട് തിരിച്ച് കുറ്റം പറഞ്ഞ് അതിന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. തെറ്റ് സമ്മതിക്കണം. സിനിമാക്കാർക്കുള്ള തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞവർ, മാർക്കോയുടെ നിർമ്മാതാവ്. ഓക്കെ, അത് താനും മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നന്ന്.